കാസർകോട്ടെ സായി ട്രസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തട്ടിപ്പിൽ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുമെന്ന് CH കുഞ്ഞമ്പു MLA 24നോട് പറഞ്ഞു. സായി ഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാറാണ് തട്ടിപ്പ് സംഘത്തിലെ പ്രധാനി. കാസർഗോഡ് മുൻ ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും CH കുഞ്ഞമ്പു MLA പറഞ്ഞു. ക്യാഷ്ലെസ് സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങും എന്ന് വാഗ്ദാനമാണ് നൽകിയത്. അപ്പോൾ ജില്ല ഭയങ്കര ആഹ്ലാദിച്ചു. കാരണം പണം കൊടുക്കാതെ ഒരു ആശുപത്രി സ്പെഷ്യാലിറ്റി ഏത് ചികിത്സയും ലഭിക്കുന്ന ആശുപത്രി, അതിന് സ്ഥലം സർക്കാർ ലഭ്യമാക്കണമെന്നവർ ആവശ്യപ്പെട്ടു. അങ്ങനൊരു നിർദ്ദേശം കേട്ടപ്പോൾ സർക്കാർ സ്ഥലം സൗജന്യമായിട്ട് അവർക്ക് നൽകി. വർഷങ്ങൾ പിന്നിട്ടു, ഈ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾ പിന്നിട്ടു. ഇതുവരെയും അവിടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റലില്ല, മറ്റേ ഹോസ്പിറ്റലില്ല, ഒന്നുമില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് തട്ടിപ്പായിരുന്നു എന്ന്. പിന്നീട് ഞങ്ങളുമെല്ലാം പറഞ്ഞു ഇത് നടക്കാൻ സാധ്യത കാണുന്നില്ല, ഭൂമി തിരിച്ചു പിടിക്കണം. ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചു ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവർ ഈ സായി ട്രസ്റ്റിൻ്റെ പേര്, സായിയുടെ പേരിലാണ് ചെയ്യുന്നത്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം, ഭയങ്കര ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടി പണം കൊടുക്കാൻ സന്നദ്ധതയുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പണം കൊടുത്തിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പറയുമ്പോൾ എല്ലാവരും വിശ്വസിച്ചെങ്കിലും പിന്നീട് ഇത് തട്ടിപ്പാണ് എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പൊട്ടു ആളുകൾ. നമ്മുടെ കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, പറയൂ വിവരങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ മുഴുവനീളെ KN ആനന്ദകുമാർ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ MLA വ്യക്തമാക്കിയിരിക്കുന്നത്. അതേ ഈ പെരിയ കാഞ്ഞിരടക്കത്തുള്ള ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മാത്രമല്ല, എൻഡോസൾഫാൻ ദുരിതബാധിതരെ മറയാക്കിക്കൊണ്ട് നിരവധി തട്ടിപ്പുകൾ ഇത്തരത്തിൽ നടന്നു. അതുമാത്രമല്ല പലരിൽ നിന്നുമായി പണം പിരിച്ചു എന്നും MLA പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ ആശുപത്രിക്കായി സർക്കാർ വിട്ടു നൽകിയ 5 ഏക്കർ ഭൂമി, അത് സൗജന്യമായി വിട്ടു നൽകിയതാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് MLA അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം സർക്കാരിനെ അറിയിക്കും. ഒരു വലിയ തട്ടിപ്പ് പെരിയ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു. 5 ഏക്കർ ഭൂമിയാണ് സർക്കാരിനെ നഷ്ടപ്പെട്ടത്. ആ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. അതിനുള്ള തീരുമാനം നേരത്തെ തന്നെ കൈക്കൊണ്ടു എന്ന് MLA വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല MLA പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻ ജില്ലാ കളക്ടറായ ഡോക്ടർ D സജിത് കുമാർ, അദ്ദേഹം ഈ ആനന്ദ്കുമാറിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ അന്നെല്ലാവരും ഈ ആനന്ദ്കുമാറിനെ വിശ്വസിച്ചു. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മറവിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെ നടന്നത്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈ പണം പിരിച്ചത്. വലിയ തോതിലുള്ള തുക സമാഹരിച്ചിരുന്നു. പല വ്യവസായികളിൽ നിന്നും, കാസർഗോഡ് ജില്ലയിൽ ഉള്ള പല വ്യവസായികളിൽ നിന്നും ഇത്തരത്തിൽ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ പണം സമാഹരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അന്നത്തെ കളക്ടർ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ എല്ലാവരും ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കല്ലേ, അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജനപ്രതിനിധികളടക്കം അതിനെ അനുകൂലിച്ചു. പക്ഷേ ഇപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.